ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രാവിലെ എല്ലാവർക്കും ഡ്രീം കോഡേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോണ കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UL OL ടാഗ്സിനെ കുറിച്ച് അറിയാം. UL പറയുമ്പോൾ അൺഓർഡർ ലിസ്റ്റ്, OL പറയുമ്പോൾ ഓർഡർ ലിസ്റ്റ്, പിന്നെ ലിങ്കിനെയും കുറച്ച് പറയും. ഒരു പേജിന് അടുത്ത പേജിലേക്ക് പോകാനുള്ള ഒരു ലിങ്കിനെയും കുറച്ച് എങ്ങനെ അടുത്ത പേജിൽ പോകണം ആ ലിങ്കിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. സോ നമുക്കിനി വീഡിയോയിൽ കിടക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു സിമ്പിളായിട്ടൊരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ ഒരു പേജ്. നമ്മൾ ആ പേജിൽ കുറേ സ്റ്റൈൽസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടാഗ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ ഇത് കഴിഞ്ഞ സെഷൻ നമ്മൾ ഒരു UL ടാഗ്സ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിന് പോകാനുള്ള സ്റ്റൈലായിട്ട് നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ UL ടാഗ് നമുക്ക് യൂസ് ചെയ്യണം. നമുക്ക് ആദ്യം നമ്മൾ UL ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ LI ടാഗ് ഓപ്പൺ ചെയ്യും. LI ടാഗ് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യത്തെ ഹോം എന്ന് പറഞ്ഞൊരു ഇത് വേണം. അതിനുശേഷം അടുത്ത എല്ലാം നമുക്ക് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ, അടുത്ത സെക്ഷൻ നമുക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ, എന്തൊക്കെയാണ് ഫോട്ടോസ് എന്നാണ് സെക്ഷൻ. അതിനുശേഷം നമുക്കിപ്പോൾ മോർ എബൌട്ട് എന്നൊരു സെക്ഷൻ. ഓക്കെ, ഇതേപോലെ ഇപ്പോൾ കുറച്ച് സെക്ഷൻസായി. ഞാനിപ്പോൾ ഇതൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബുള്ളറ്റ് പോയിന്റ്സിൽ ഹോം, വീഡിയോസ്, ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. ഇതിലൊന്നും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല, ബിക്കോസ് ഇതൊന്നും ലിങ്ക് അല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ലിങ്ക് ആക്കണം പറഞ്ഞാൽ നമ്മൾ AHRF എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യും. AHREF ഈക്വൽ ടു ആ പേജിക്ക് എന്താണോ ലിങ്ക് കൊടുക്കുന്നത് ആ പേജിൻ്റെ ലിങ്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് ടാഗ് ക്ലോസ് ചെയ്യണം. ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ ടെക്സ്റ്റ്. എന്താണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ടെക്സ്റ്റ് ടാഗിൻ്റെ ഉള്ളിലായിരിക്കണം. ഇത് നമ്മൾ സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ശ്രദ്ധിച്ചാൽ ബ്ലാക്ക് കളറിലും ഇത് മാത്രം ഒരു ലിങ്കായി അല്ലേ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ലിങ്കായി. സോ അതാണ് ഈ HRF തമ്മിലൊരു ഗുണം. ഇനി HRFിൻ്റെ ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു അടുത്ത പേജിലേക്ക് പോകാനുള്ള ലിങ്ക് നമ്മൾ ഇവിടെ നിന്ന് സ്പെസിഫൈ. എക്സാമ്പിളായിട്ട് ഇപ്പോൾ www.google.com എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ google.comലേക്ക് പോകും. ഓക്കെ, നമ്മളിപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ google.comലേക്ക് പോകും. പിന്നെ നെറ്റ്വർക്ക് കുറച്ച് ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗൂഗിളിലേക്ക് പോവാത്തത്, അല്ലെങ്കിൽ ആ ഗൂഗിളിലേക്ക് നമുക്ക് പോയിണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ ഈ HRF ടാഗ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത പേജ് ഏതാണോ ആ പേജിൻ്റെ നമ്മൾ ലിങ്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വർക്ക് ചെയ്യും. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. അതിന് എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടാണ് അടുത്ത പേജ് പോകാത്തത്. സോ അതാണ് ലിങ്കിനെ കുറിച്ചൊരു വീഡിയോ. നമ്മളിപ്പോൾ ഡിഫാൾട്ടായിട്ട് ലിങ്ക് ഒന്നും ഇപ്പം ഇല്ല, ഇനി വെക്കാൻ പോകണമെന്നുള്ള വെച്ചാൽ നമ്മൾ ഈ # സിമ്പിൾ അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫാൾട്ടായിട്ടുള്ള ലിങ്കാണ്. അത് പറഞ്ഞാൽ ഒരു പേജിലേക്കും പോകില്ല, ആ പേജിൽ തന്നെ നിൽക്കും. സോ ഇതേപോലെ എല്ലാം നമുക്ക് ലിങ്ക്സ് ആക്കി മാറ്റാം. എന്നാൽ AHRF കൊണ്ട് ടാഗ് ഓപ്പൺ ചെയ്യുക. HRF ഈക്വൽ ടു നമുക്ക് ലിങ്ക് പേജിൽ പോവാത്തതാണ് ആ പേജിൻ്റെ ലിങ്ക് എന്ന് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. അതിനെ വീഡിയോസ് ടൈപ്പ് ചെയ്തു. ഈ വീഡിയോസ് കളയാം. സെയിം ഇതേ കാര്യം തന്നെ താഴത്തെ ലൈനിലും നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ സിമ്പിളായ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ട്യൂട്ടോറിയൽ ഉണ്ട്, ഞാൻ കോപ്പി പേസ്റ്റ് അടിക്കുന്നുണ്ട്. വീഡിയോസ് മാറ്റി ഞാൻ അവിടെ ഇനി അടുത്ത ഫോട്ടോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ്, പിന്നെ ശേഷം അടുത്ത ലൈനിൽ about us. ഓക്കെ, ഇപ്പം നമുക്ക് ലിങ്ക് സിസ്റ്റമായി എല്ലാം നമുക്കൊരു ലിങ്കായി. നമുക്ക് ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിൽ പോകാൻ പറ്റുന്ന ലിങ്ക്. ആ പേജ് നമ്മൾ ഈ ഡബിൾ കോട്ട്സിനുള്ളിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാം ആ ലിങ്ക് എങ്ങനെ കൊടുക്കേണ്ടതെന്ന്. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ പേജ് പോകുന്ന ലിങ്ക്, ആ ലിങ്കിൻ്റെ URL നമ്മൾ ഈ # സിമ്പലിനവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് വർക്ക് ചെയ്യും.
സോ ഇതൊരു അൺഓർഡർ ലിസ്റ്റാണ്. പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയ പോലെ ബുള്ളറ്റ് പോയിന്റ്സിലായിരിക്കും ഇത് ഷോ ചെയ്യുന്നത്. നമ്മൾ എന്താണോ അവിടെ ടൈപ്പ് ചെയ്ത് അതിൻ്റെ രീതിക്കായിരിക്കും ഇവിടെ ഷോ ചെയ്യുന്നത്. ഇത് നമുക്ക് ഓർഡർ ലിസ്റ്റ് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് നോക്കാം. നമുക്ക് താഴെ ടൈപ്പ് ചെയ്യാം, അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. നമുക്ക് ഇവിടെ ഒരു ഹെഡിങ് ടാഗ് യൂസ് ചെയ്യാം. h2 എന്ന ടാഗ്, ഇപ്പോൾ ആദ്യത്തെ കളർ സൈസ് വൈ എന്നുകൊണ്ടാണ് മറ്റ് ഓക്കെ വൈ എസ് എന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു ഓർഡർ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ OL യൂസ് ചെയ്യാം. അതിന് ശേഷം സെയിം പ്രൊസീജിയർ, OL ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ LI ടാഗ് യൂസ് ചെയ്തിട്ട് വി ആർ ബെസ്റ്റ് എന്നൊരു ടാഗ് ഇട്ടു. അതിനുശേഷം LI ടാഗ് യൂസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ വി ആർ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യണമല്ലോ, ലൈക്ക് ഫോട്ടോഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ലൈറ്റ് റൂമോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ സൈറ്റിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ലൈറ്റ് റൂം ഓക്കെ. ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അതിൻ്റെ മുകളിലത്തെയും താഴത്തെ നമ്മുടെ ഡിഫറൻസ് ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള നമ്പേഴ്സിലാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഈ 1 2 3 നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് റോമൻ ലെറ്റേഴ്സോ അങ്ങനെ നമുക്കുള്ള ഇഷ്ടപ്പെട്ട ABCD അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ OL ടാഗിൻ്റെ ഉള്ളിലൊരു ആട്രിബ്യൂട്ട്സ് നിങ്ങൾ പഠിക്കുമ്പോൾ അറിയും. ഇതിനൊക്കെ ഓരോ ആട്രിബ്യൂട്ട്സിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാഗ് നമുക്ക് മാറ്റാൻ പറ്റും. അത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ. സോ ഇത്രയും നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലാകെ UL-ഉം OL ടാഗിനെയും കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സോ നമ്മൾ OL ടാഗ് ക്ലോസ് ചെയ്യേണ്ടിരുന്ന ഈ ഒരു ഇതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പം അതിൽ നമുക്കൊരു HR കൂടി ഇടാം. ഓക്കെ, നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ കൂടി ഇട്ട് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഏകദേശം ഒരു രൂപക്കണക്കിന് ഒരു വെബ്സൈറ്റ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എങ്ങനെ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് വെക്കാം, വെബ്സൈറ്റ്സിൽ എങ്ങനെ നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, UL OL തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അത്രയൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So see you guys in the next video. Until then, bye.